ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെക്കുറിച്ച് നൽകിയ മൊഴിയിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് ലക്ഷ്യം. അതേസമയം പ്രവാസി വ്യവസായി പരാമർശിച്ച വിഗ്രഹക്കടത്തടക്കമുള്ള ആരോപണങ്ങളിൽ തെളിവുകൾ ലഭിക്കാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടതില്ലെന്ന നിലപാടിലാണ് SIT. കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. സുനിഷ അയിലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സുനിഷ. കഴിഞ്ഞ ദിവസം ചെന്നിത്തല പറഞ്ഞിരുന്നു ഈ പ്രവാസി വ്യവസായി ഡി മണിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, രഹസ്യമൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് SIT. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് SIT ഇക്കാര്യത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഹരീഷ്, ശ്രുതി, ഇനി പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഈ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന സുഹൃത്തും പ്രവാസിയുമായിരുന്ന ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഈ ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ ഈ രാജ്യാന്തര ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ SIT സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. കൂടുതൽ തെളിവുകൾ ഈ വിഗ്രഹം അടക്കം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകളോ അതിനുതകുന്ന തരത്തിലുള്ള രേഖകളോ ഒന്നും തന്നെ ഈ മൊഴിയെടുപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ പോലും ഈ പ്രവാസി മലയാളിയിൽ നിന്നും തന്നെ ലഭിക്കാനായിട്ടില്ല. ഒപ്പം തന്നെ ഡി മണിയുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഒരു വശത്തുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും മൊഴിയെടുത്തുകൊണ്ട് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടോ അല്ലെങ്കിൽ മണിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഈ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും SIT അടുത്ത റിപ്പോർട്ടായി അടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുക എന്നത് തന്നെയാണ്. ഏതായാലും ഇതോടുകൂടി തന്നെ ഈ രാജ്യാന്തര ബന്ധം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നതിൽ ഏറെക്കുറെ ഇല്ല എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നത് തന്നെയാണ്. അതേസമയം ഈ മണി ഏതായാലും റഡാറിന് പുറത്തേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഇനി അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയായിരിക്കും മറ്റൊരു വശത്തുള്ളത്. അതേസമയം തന്നെ ജയശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻ ദേവസ്വം സെക്രട്ടറി വീണ്ടും ചോദ്യം ചെയ്യുമെന്നത് തന്നെയാണ്, മൊഴിയെടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ 2 മണിക്കൂർ മൊഴിയെടുപ്പ് തുടരുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നും മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്നും അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ സ്വർണ്ണപ്പാളിയായാലും കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ദ്വാരകപാലകപാളിയും ഒപ്പം തന്നെ ഈ കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് നൽകുമ്പോൾ ഒരു ഉത്തരവ് നൽകണമായിരുന്നു. ഈ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ടോ ജയശ്രീ എന്നത് തന്നെയാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഈ ഉത്തരവ് നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അത് ജയശ്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവ് നൽകുന്നതിലോ അല്ലെങ്കിൽ ഗൂഢാലോചനയിലോ ഈ ജയശ്രീക്ക് പങ്കുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കുക. അത്തരം കാര്യങ്ങളിലായിരിക്കും ഇന്ന് SIT കടക്കുക. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ 2 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും SIT ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടുകൂടി കൂടുതൽ ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ ജയശ്രീയുടെ പങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗൂഢാലോചനയുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഒരു വ്യക്തത വരും അല്ലെങ്കിൽ അതിലെ ഒരു ക്ലാരിഫിക്കേഷൻ വരും എന്നത് തന്നെയാണ് SIT കരുതുന്നത്. അത്തരത്തിലൊരു നീക്കത്തിലേക്കായിരിക്കും ഇന്ന് SIT കടക്കുക. ഹരി, ശ്രുതി. ഓക്കെ, സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.